ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നെടുമാവ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളി അംഗങ്ങളും അതുപോലെ അവരുടെ വികാരി അച്ഛന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുമായി നമുക്ക് ഇന്ന് പദയാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ലൈജു മർക്കോസ് അച്ഛനും അതുപോലെ തന്നെ അഞ്ജിത് തോമസ് അച്ഛനുമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എത്ര വർഷമായി നമ്മുടെ ഈ പള്ളിയിൽ നിന്നും പദയാത്ര നടത്തുന്നു? ഏകദേശം 5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നതാണ്. 50 വർഷം മേലായി ഈ പദയാത്ര നെടുമാവ് പള്ളിയിൽ നിന്നും നടന്നു വരും. നെടുമാവ് പള്ളിയെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഞങ്ങളെടുത്ത് ഒന്ന് സംസാരിക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ പള്ളിയാണ് നെടുമാവ് പള്ളി. രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പും സഭയുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പും ഈ പള്ളിക്ക് പള്ളിയുടേതായ ഒരു ഭരണഘടന ഉണ്ടാകുകയും ആ ഭരണഘടന അനുസരിച്ച് പള്ളിയുടെ ഭരണനിർവഹണം ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരിടവകയാണ്. എന്നാൽ സഭയിൽ പൊതുവായിട്ട് 1934 ഭരണഘടന വന്നു കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയോട് ചേർന്ന് സഭയുടെ പൊതു തീരുമാനത്തോട് ചേർന്ന് നിൽക്കുകയും ഇന്ന് വരെ ആ ഭരണഘടന അനുസരിച്ച് പള്ളിയുടെ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പള്ളി സ്ഥാപിതമായിട്ട് 100 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. 100 വർഷത്തെ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ ഈ വർഷത്തെ ഈ പദയാത്ര പ്രത്യേകമായി ഇതുവഴി കടന്നു വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ യുവാക്കൾക്ക് പ്രചോദനം ആകുവാനായിട്ട് അച്ഛന് തോന്നിയ തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു ഏട് എന്താണ്? പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ പൊതുവായി എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത്. ആ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത ഒരു ജീവിതക്രമം യുവാക്കൾക്കോ യുവതികൾക്കോ പ്രായമായവർക്കോ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് യൗവനത്തിലെ പ്രാർത്ഥനാശീലം അത് നമ്മെ കൂടുതൽ ദൈവാശ്രയത്തോടുകൂടി പിന്നീട് വരുന്ന ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടൊരു യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥനാശീലം നാം പരിശീലിച്ചാൽ പിന്നീട് വരുന്ന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധികളെ വളരെ സന്തോഷപൂർവ്വം നേരിടുവാനായിട്ട് സാധിക്കുകയും നമ്മുടെ ജീവിത വിജയം കരഗതമാക്കാനായിട്ട് സാധ്യമായി തീരുകയും ചെയ്യും. അതാണ് പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അച്ഛന് എന്താണ് തോന്നുന്നത്? ഇന്ന് അച്ഛൻ്റെ കൂടെ സീനിയർ ഒരു വൈദികനുണ്ട്, ഇന്ന് ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു പരിമല പദയാത്രയിൽ അച്ഛന് തോന്നുന്ന അനുഭവം എന്താണ്? നെടുമാവ് പള്ളിയിൽ നിന്ന് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടം എന്ന് പറയുന്നത് എല്ലാവർക്കും ശാന്തി പകരുന്ന ഒരു ആശ്വാസമാകുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സൂക്തങ്ങളിലും പ്രാർത്ഥനയെപ്പറ്റി കൃത്യമായും വ്യക്തമായും പറഞ്ഞു തരുന്നുണ്ട്. യുവതലമുറയ്ക്ക് എങ്ങനെയാകണം, ശൈശവത്തിൽ എങ്ങനെയാകണം, വാർദ്ധക്യത്തിൽ എങ്ങനെയാകണം എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് നെടുമാവ് നിന്ന് രാവിലെ അതിൻ്റെ വിഷമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പല പ്രായഭേദമന്യേ ഉള്ള നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും നടന്നു വരുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ആ ഒരു പരിശുദ്ധന്റെ സന്നിധിയിൽ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി കടന്നു പോകുന്നു. അതൊരു വലിയ സത്യമാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ പദയാത്രയും നമുക്ക് നൽകുന്നത്. ഈ പദയാത്രയും പ്രത്യേകിച്ച് നമുക്കത് നൽകുന്നു. ഒരു ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ പരിശുദ്ധൻ്റെ കബറിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. വളരെ സന്തോഷം. ഇന്ന് ഇവരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ഏറ്റവും വലിയൊരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും കുറ്റപ്പുഴ പള്ളിയുടെ പേരിലും യുവജന പ്രസ്ഥാനത്തിന്റെ പേരും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. അണയും നീ അടിയാ ശ്രേഷ്ഠൻ